അൽഹംദുലില്ലാ, നമ്മുടെ ഹസന ഉംറ സംഘം ഇന്ന് ഹറമിൻ്റെ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരങ്ങൾ പരിചയപ്പെടുന്ന യാത്രയാണ്. ഈ യാത്ര ഇങ്ങനെ പോയി അവസാനം നമ്മൾ ജന്നത്തുൽ മുഅല്ലയിൽ അവസാനിക്കും. അങ്ങനെയുള്ളൊരു സെക്ഷനാണ് ഇന്ന് നടക്കുന്നത്. പ്രഭാതം തന്നെ രാവിലെ ഏകദേശം 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള സെക്ഷൻ നമ്മൾ തീരുമാനിക്കാറുള്ളത്. പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടതായിരുന്നു, ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കണ്ടില്ലേ, ഈത്തപ്പഴം ഹദിയ കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പ്രഭാതത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹദിയ, അദ്ദേഹത്തിൻ്റെ സ്വതക്കയുടെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. പരിശുദ്ധമായ ഹറമിൻ്റെ പരിധികളിൽ ഇത് ഒരുപാട് കാണാറുണ്ട്. ഇങ്ങനെ പല സെക്ഷനുകളും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും വാങ്ങി കഴിച്ചു. എത്ര വലിയ ഭാഗ്യവാനല്ലേ അദ്ദേഹം. ഇന്നത്തെ പ്രഭാതം തന്നെ അദ്ദേഹത്തിന് എന്തായി, വലിയ സ്വതക്ക ചെയ്യാനായി. ആ കാണുന്ന പള്ളിയുടെ നിന്ന് അല്പം ദൂരമേ ഉള്ളൂ നമ്മുടെ റൂമിലേക്ക്. അങ്ങനെ നമ്മൾ ഈത്തപ്പഴം എല്ലാവരും വാങ്ങി നമ്മൾ ഇനി നേരെ പോകുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരങ്ങളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ നടന്ന് കാണേണ്ടതും അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ സംഭവങ്ങൾ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹറമിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കുള്ളൊരു വഴി കാണാം. ആ വഴി കയറിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ചരിത്രങ്ങൾ കേൾക്കാൻ അറിയാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്ന് 35ാമത് വയസ്സാണ്. എന്ന് പറഞ്ഞാൽ മനസ്സ് 35ലേക്ക് വരണം മുത്തിൻ്റെ കേട്ടാ. 35ാമത് വയസ്സിൽ മുത്തായ തങ്ങളെ ചെറുപ്പം മുതലേ തങ്ങൾ അൽ അമീനാണ് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവരാണ്, വളരെ വിശ്വസ്തരാണ്. അതുകൊണ്ട് തങ്ങൾ ചെറുപ്പം മുതലേ സത്യസന്ധത വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണ എല്ലാവരും അംഗീകരിക്കുമായിരുന്നു. ഇവിടുത്തെ തങ്ങളെ അന്ന് ഇസ്ലാം ഒന്നും ആയിട്ടില്ലല്ലോ, വരുന്നല്ലേ ഉള്ളൂ. എങ്കിലും മുഹമ്മദ് പറഞ്ഞ എല്ലാവരും അംഗീകരിക്കും. അതായിരുന്നു ആ സിസ്റ്റം. അങ്ങനെ 35ാമത് വയസ്സിൽ പരിശുദ്ധമായ കഅബാലയം പണ്ടേ ഉണ്ട്. നമുക്കറിയാം, പരിശുദ്ധമായ കഅബാലയത്തെ ആരാ നിർമ്മിച്ചത്? ഇബ്രാഹിം നബി അല്ല, നിർമ്മിച്ചത് ആരാണ്? മലായിക്കത്തുകളാണ്. പുനർനിർമ്മിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുശേഷം പല തവണകളായിക്കൊണ്ട് ഇതിന് പരിശുദ്ധമായ കഅബാലയത്തിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജലപ്രളയം ഉണ്ടായി, പരിശുദ്ധമായ കഅബാലയം തകർന്നു. അങ്ങനെ വീണ്ടും പുനർനിർമ്മിച്ചു. അങ്ങനെ പുനർനിർമ്മിച്ചതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നീട് വന്ന ഒരു തകർച്ചയിൽ, അങ്ങനെ തകർച്ച വരുന്ന സമയത്ത് ഈ ഹജറുൽ അസ്വദ് വരുന്നതും നേരെ കൊണ്ടുപോയി ജബൽ അബി ഖുബൈസർ പർവ്വതമുണ്ട്, അവിടെ എടുത്തൊക്കെ പതിവുള്ളതായിരുന്നു. അങ്ങനെ പിന്നീട് ഒരിക്കൽ പരിശുദ്ധമായ കഅബാലയം പുനർനിർമ്മിക്കുമ്പോൾ എല്ലാ പണികളും പൂർത്തിയായതിനു ശേഷം ഈ ഹജറുൽ അസ്വദിനെ ആരെടുത്തു വെക്കും? ഇതായിരുന്നു ചർച്ച. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധമായ കഅബാലയത്തെ ഇവിടെ മുത്തായ തങ്ങളെ അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരും എല്ലാവരും കഅബനെ ബഹുമാനിച്ചിരുന്നു. മനസ്സിലായില്ലേ? കഅബനെ പണ്ടേ ബഹുമാനുണ്ട് എല്ലാവർക്കും. മുത്തിൻ്റെ ആശയത്തോടായിരുന്നു ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞിരുന്നത്. മുത്തായ തങ്ങൾ പറഞ്ഞു ഏക ഇലാഹ്, അവിടെ മുതലാണ് പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. അങ്ങനെ ഈ ഹജറുൽ അസ്വദ് ഇനി ആര് എടുത്തു വെക്കും എന്നുള്ള ചർച്ച വന്നപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വന്നു. 4 ഗോത്രക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്ന അഭിപ്രായങ്ങൾ വന്നു. പലരും പറഞ്ഞു ഞങ്ങൾ എടുത്തു വെക്കാം, എല്ലാവർക്കും റെസ്പെക്റ്റുള്ള കല്ലാണ്, അപ്പോൾ ഞങ്ങൾ എടുത്തു വെക്കാം, മറ്റൊരു ഞങ്ങൾ എടുത്തു വെക്കാം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അന്ന് കാലങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്തൊരു പ്രശ്നം വന്നാൽ നമ്മൾ മദ്യചർച്ചയ്ക്കിരിക്കൂലേ, അതുപോലെ അന്ന് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിഷയം എന്ന് പറയുമ്പോൾ ഒരു സംഗതിയുടെ വിജയം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യலாம். അതായത് ചെറിയ ചെറിയ യുദ്ധങ്ങൾ, എന്നിട്ട് അതിൽ ആര് വിജയിക്കുന്നോ അവരാണ് അതിലെന്താണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ആ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാർ പറഞ്ഞു, എന്നാൽ ഇതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും യുദ്ധം ചെയ്യാം, അതിൽ ആര് വിജയിക്കുന്നുവോ ആ ഗോത്രക്കാരെന്ത് ചെയ്യുക, ഹജറുൽ അസ്വദിനെ എടുത്തു വെക്കാം. ഇപ്പം നമ്മളെ മനസ്സെല്ലാവരും എവിടെ ഉണ്ടാവേണ്ടത് അറിയാം? മുത്തിൻ്റെ 35 വയസ്സ് നമ്മളെ മനസ്സ് പരിശുദ്ധമായ കഅബയുടെ ചാര, കാരണം അവിടെയാണ് ഈ വിഷയം നടക്കുന്നുണ്ട്, അപ്പോഴേ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്യുക എന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ തീരുമാനം വന്നപ്പോൾ ആ കൂട്ടത്തിലുള്ള പ്രായമുള്ളവർ പറഞ്ഞു, എന്തിനാണ് മക്കളെ ഈ ഒരു യുദ്ധം ചെയ്ത് രക്തം ചിന്തുന്നത്? പരിശുദ്ധമായ കഅബാലയം നല്ലൊരു കാര്യമല്ലേ, അതിനു വേണ്ടി നമ്മൾ രക്തം ചിന്തണ്ടല്ലോ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അതിന് ഖൈറായൊരു തീരുമാനം എടുക്കാം. ആ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ചിലർ പറഞ്ഞു, ആ കാണുന്ന വാതിലിലൂടെ ഇനി ആരാണോ കടന്നു വരുന്നത്, ആരും ആവാം, ആരും കുഴപ്പമില്ല, അവർ പറയുന്ന ഒരു തീരുമാനം അത് നമുക്കെല്ലാവർക്കും അംഗീകരിക്കാം. ഇപ്പം എല്ലാവരും ഉള്ളവരോടാണ് കഅബയുടെ മുമ്പിൽ അവിടുന്ന് ഇങ്ങോട്ട് എല്ലാവരും തിരിഞ്ഞേക്കി, മനസ്സ് തിരിച്ചായിട്ടാ, എന്നാൽ ശരീരം നീക്കണ്ട, എല്ലാവരും മനസ്സിന് തിരിഞ്ഞേക്കി. അപ്പോൾ അന്ന്
എന്താ മക്കാരാവുന്ന ഖുറൈശികളെല്ലാം തീരുമാനിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് നോക്കി എന്നിട്ട് പറഞ്ഞ് ഈ കാണുന്ന വാതിലൂടെ ഞാൻ ഇപ്പോൾ കണ്ട വാതിൽ, ഈ വാതിൽ വഴി ആരാണോ കയറി വരുന്നത് ആ വരുന്നവർ പറയാൻ തീരുമാനം നമുക്ക് ഉറപ്പിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കാം എല്ലാവരും. കാരണം ആരാണ് വരുന്നത് ആർക്കും അറിയില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പണ്ട് കാലത്തെ പോലെ എന്തില്ല, ഇന്നത്തെ കാലത്ത് മെസ്സേജ് അയക്കാൻ ഒന്നുമില്ലല്ലോ. ആരില്ല കാത്തിരിക്കുമ്പോഴാണ് ആ വഴി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വരുന്നത്. ഇത് കണ്ടതോടെ മക്കക്കാർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി. കാരണം അവരെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മുഹമ്മദ് അൽ അമീനാണ്, മുഹമ്മദ് നീതിമാനാണ്. അതുകൊണ്ട് മുഹമ്മദ് എന്തായാലും നീതിയായ ഒരു തീരുമാനമേ പറയുള്ളൂ. അങ്ങനെ മുത്തായ തങ്ങൾ വന്നു. തങ്ങളുപ്പാപ്പ കയറി വന്നപ്പോൾ തങ്ങളുപ്പാപ്പയോട് ഉണ്ടായ വിഷയങ്ങളെല്ലാം പറഞ്ഞു. തങ്ങളുപ്പാപ്പയുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന ആ ഒരു വിരി, ആ ഒരു ഓയിൽമുണ്ട് അതാണ് വിരിച്ചു നിലത്ത്. എന്നിട്ട് പറഞ്ഞു ഹജറുൽ അസ്വദിനെ ആ ഓയിൽമുണ്ടിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 4 ഒരു ഗോത്രം ഇവിടെ, ഒരു ഗോത്രം ഇവിടെ, 4 ഗോത്രക്കാരും കൂടെ പിടിച്ചു ആ ഹജറുൽ അസ്വദിനെ കയറ്റി വെച്ചു. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 35ാമത് വയസ്സിൽ വളരെയധികം ഒരു എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ ഒരു തീരുമാനം മക്കക്കാർ കൊടുത്തു. അവരെല്ലാവരും ഹജറുൽ അസ്വദ് കയറ്റി വെച്ചു. അന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്ന വഴിയാണ് ബാബു നബി എന്ന് പറയുന്ന ഈ വഴി. കണ്ടില്ലേ, എന്തുകൊണ്ട് മുത്ത് കയറി വന്ന വഴിയാണിത്. കുറിച്ച് ആദ്യമായി പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പോകുന്നത് അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിന്നിരുന്ന സ്ഥലമാണ്. അത് ഹറമിൻ്റെ വലതു ഭാഗത്ത് കൂടെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒന്ന് തന്നെയാണ്. ഏകദേശം നമ്മൾ പ്രഭാതം സമയമായതുകൊണ്ട് തന്നെ കാര്യമായ തിരക്കൊന്നുമില്ല എങ്കിലും ഇന്ന് വെള്ളിയാഴ്ച ആയി എന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കുകൾ നിലവിലിവിടെ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും നടന്നു നീങ്ങി നേരെ നമുക്ക് ചരിത്രം പറയാനുള്ള ഇടത്ത് എത്തിക്കഴിഞ്ഞു. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35 വയസ്സ് കഴിഞ്ഞു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹബീബിന് 40 വയസ്സായി. 40ാം വയസ്സിലാണ് മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ. 40ാം വയസ്സിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ച് തങ്ങളുപ്പാപ്പ ആദ്യ കാലങ്ങളിൽ ഈ ദീനിന്റെ പ്രബോധനം നടത്തിയിരുന്നത് വളരെ രഹസ്യമായി കൊണ്ടായിരുന്നു. 3 വർഷം രഹസ്യ പ്രബോധനം നടത്തി. 40 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ആയിരുന്നു. ആ 43 വയസ്സ് വരെ 3 വർഷം രഹസ്യ പ്രബോധനം നടത്താൻ വേണ്ടി സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തിരുന്നൊരു സ്ഥലമാണ് നമ്മുടെ സ്വഫ തുടങ്ങുന്ന ആ ഭാഗം. കാരണം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഈ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ ഇവിടെ, ഈ ഇടതുവശം അതിനപ്പുറത്തുള്ള ചതുര ബിൽഡിംഗ് കണ്ടെങ്കിൽ ചെറുത് സോഫ അവിടെ തുടങ്ങാം. മനസ്സിലാവത്തിട്ടുണ്ടോ? മനസ്സിലാവണ്ട. മറ്റേ ഈ കാണുന്ന ചതുരം എൻ്റെ കൈ നേരെ ചൂണ്ടി കാണണ്ടാ. ഓക്കെ, അപ്പൊ അവിടെ വെച്ചുകൊണ്ട് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വർഷം പ്രബോധനം നടത്തി. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് അർഖം ഇബ്നു അർഖം. അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. അപ്പൊ മുത്തായ തങ്ങളുപ്പാപ്പാന്റെ കൂടെ ചെറുപ്പം മുതലേ കൂടിയ മറ്റൊരാളായിരുന്നു അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു. ഇവരാണെങ്കിലോ അബൂജഹലിന്റെ കുടുംബക്കാരനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹബീബിന്റെ ആ ഒരു പ്രബോധനം ഹബീബിന്റെ കൂടെയുള്ള സംഘത്തിൽ നടത്തുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർക്കിടെ ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയാണ് അബൂജഹലിന്റെ കുടുംബക്കാരനായ അർഖം ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു വീട് നിന്നിരുന്ന അവിടെ വെച്ചുകൊണ്ട് മുത്തായ തങ്ങൾ പ്രബോധനം തുടർന്നിരുന്നത്. അങ്ങനെ 3 വർഷം തുടർന്നു. ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്ന സ്ഥലം കേട്ടാ. കാരണം ആ സ്ഥലം മനസ്സിലായി എല്ലാവർക്കും. അങ്ങനെ ആ സമയത്ത് മുത്തായ തങ്ങൾക്ക് 43-ലാണല്ലോ 40 നുബുവത്ത് കിട്ടിയില്ലേ. 43 വയസ്സ് വരെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുപ്പാപ്പയോട് കല്ലുകളും മുള്ളുകളും സംസാരിക്കുമായിരുന്നു, മരങ്ങൾ സംസാരിക്കുമായിരുന്നു. അന്ന് കാലങ്ങളിൽ തങ്ങളുപ്പാപ്പയോട് സ്ഥിരമായി സലാം പറഞ്ഞിരുന്ന ഒരു കല്ല് നിന്നിരുന്ന സ്ഥലമാണ് ഇത്. സ്വഫ ഭാഗം, ആ മറവയുടെ ആ ചതുരം കണ്ടില്ലേ, ആ ഭാഗത്ത് റുഖാഖുൽ ഹിജ്ർ എന്ന് പറയുന്നൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് സ്ഥിരമായി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ആ സൈഡിട്ടാണ്. ഓക്കെ, ഇനി ഇത് രണ്ടിൻ്റെയും മധ്യഭാഗം ഏകദേശം ആ സെൻറ്റർ ഈ കെട്ട് മറച്ചില്ലേ, അതിനപ്പുറത്തുള്ള ഭാഗം അവിടെയായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന ഖദീജ ഉമ്മയുടെ വീടുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെ പരിശുദ്ധമായ ഹറമിൻ്റെ വിപുലീകരണാർത്ഥം ഈ പറഞ്ഞ അർഖം തങ്ങൾ പാപ്പാൻ്റെ വീട് അങ്ങനെ തുടങ്ങി എല്ലാം പൊളിച്ച്
പൊളിച്ചു പോകുന്ന കൂട്ടത്തിൽ നമ്മ ഖദീജ ഉമ്മയുടെ വീടും കൂടെ പൊളിക്കണം. ആ നാളെയാണ് ഖദീജ ഉമ്മയുടെ വീട് പൊളിക്കുന്നത്. അങ്ങനെ പൊളിക്കുന്ന സമയത്ത് ഇന്ന് നിലവിൽ ഭരിച്ചിരുന്ന ഭരണാധികാരി, ഇപ്പം നിലവിൽ നമുക്ക് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് തന്നെ, ഈ ഡെവലപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാതും പൊളിച്ചു പോവാണ്. ഈ സമയത്താണ് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരി അബ്ദു യമാനി എന്ന് പറയുന്ന മക്കയിൽ ഒരു ചരിത്രകാരനുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടാണ് ഞാനീ പറയുന്നത്. അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരി മേൽഘടകത്തിലേക്ക് റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെ പൊളിച്ചാലും ഹബീബിൻ്റെ ഭാര്യയാവുന്ന ഖദീജ ഉമ്മയുടെ വീട് പൊളിക്കരുത്. അത് പൊളിച്ചു കഴിഞ്ഞാൽ പിൻതലമുറക്ക് ഒന്നും തന്നെ ഓർക്കാനുണ്ടാവില്ല. അങ്ങനെ അവർ പറഞ്ഞത് പ്രകാരം അടുത്ത ദിവസം രാവിലെ ജോലിക്കാർ വരുമ്പോഴേക്കും റിപ്പോർട്ടും കൊണ്ട് വന്നു, ഖദീജ ഉമ്മയുടെ വീട് പൊളിക്കരുത് എന്ന്. അങ്ങനെ ഖദീജ ഉമ്മയുടെ വീട് ഇന്നും ഈ അണ്ടർഗ്രൗണ്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ചരിത്രകാരൻ അബ്ദു യമാനി എന്നുള്ള രേഖപ്പെടുത്തിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോറിലല്ല, ഇതിനൊക്കെ താഴേക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ നിൽക്കുന്നത് നമ്മളെ കാഴ്ചപ്പാടിൽ ഫ്ലോറാണ്, ഇത് താഴേക്ക് അണ്ടർഗ്രൗണ്ട്. ആ ഖദീജ ഉമ്മയുടെ വീട് ഇന്നും അവിടെ ഒരു കേടും പറ്റാതെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അബ്ദു യമാനി എന്നുള്ള പറയുന്നത് പിൻകാലത്ത് ഭാഗ്യം പോലെ ഭരണാധികാരികൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, അത് തുറന്ന് കാണാൻ കഴിയുന്നു കേട്ടോ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വീട്, അതുപോലെ തന്നെ ഖദീജ ഉമ്മയുടെ വീട്, ദുഖാഖുൽ ഹിജർ എല്ലാം പരിചയപ്പെട്ടതിന് ശേഷം ജബൽ അബി ഖുബൈസ് പർവ്വതത്തിലെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് കണ്ടു. പക്ഷേ അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ ഇന്ന് കഴിഞ്ഞില്ല, ഇവിടുത്തെ പോലീസുമാരുടെ ശുർത്തകളുടെ ഡിസ്റ്റർബ് കാരണം. അതിനുശേഷം അവിടുത്തെ ചരിത്രങ്ങളും അതുപോലെ തന്നെ ശിഅബ് അബി ത്വാലിബിൽ ആരംഭപ്പൂവായ തങ്ങൾ 3 വർഷത്തോളം പട്ടിണി കിടന്നതെല്ലാം വിശദീകരിച്ചതിന് ശേഷം ഞങ്ങൾ നടന്നു നീങ്ങുന്നത് മസ്ജിദുൽ ജിന്നിൻ്റെ ഭാഗത്തേക്കാണ്. മസ്ജിദുൽ ജിന്ന് കഴിഞ്ഞാലാണ് ജന്നത്തുൽ മുഅല്ല വരുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയിലും ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ നിൽക്കുന്നതായി കാണാം, എല്ലായിടങ്ങളിലുമുണ്ട്. പ്രാവുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണ് ഇവിടുത്തുകാർ കൊടുക്കാറുള്ളത്. പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുണ്യകരമാണെന്നൊക്കെ ചിലയിടങ്ങളിൽ ചരിത്രങ്ങളിൽ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്, അവർ പറയില്ല. എന്നാൽ ആരാണ് മുഹമ്മദ് നിങ്ങൾ കൊടുത്ത്? അപ്പോൾ സ്വഹാബത്ത് കാണിച്ചു കൊടുത്തു മുത്തായ തങ്ങളെ. തങ്ങളോട് ഒന്ന് ചോദിച്ചു, അന്ത മുഹമ്മദുൻ? തങ്ങളുപ്പാപ്പ നഅം. തങ്ങളുപ്പാപ്പയോട് ചോദിച്ചു, നിങ്ങൾ പുതിയ ഒരു പ്രബോധനം, ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ആ ആശയം, അതായത് നിങ്ങളുടെ ദീനീ പ്രബോധനം ശരിയാണ് എന്നുള്ളതിൽ എന്തെങ്കിലും തെളിവ് നിങ്ങളെ കയ്യിലുണ്ടോ? മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്ത് തെളിവാണ് എനിക്ക് വേണ്ടത്? തങ്ങളുപ്പാപ്പ ചോദിച്ചപ്പോൾ ആ കാട്ടറബിയായ വ്യക്തി അടുത്ത് കണ്ടൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ആ മരത്തോട് ഇങ്ങോട്ട് നടന്നു വരാൻ പറയാൻ പറ്റുമോ? ആ മരത്തോട് ഇങ്ങോട്ട് നടന്നു വരാൻ പറയും. ഇങ്ങനത്ര വലിയ കഴിവുണ്ടെങ്കിൽ എന്തെല്ലാം നടക്കുമല്ലോ. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, ഈ കാട്ടറബിയായ വ്യക്തി പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ വിളിച്ചു ആ മരത്തെ. ആ മരം ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ നടന്നു വന്നു ഹബീബിന്റെ ചാരത്തേക്ക്. ഇത് കണ്ടതോടൊപ്പം തന്നെ എന്തായി, ആ കാട്ടറബി ഇസ്ലാമൊന്നും സ്വീകരിച്ചു. ആരംഭപ്പൂ പറഞ്ഞു മരത്തോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ആ മരം തിരിച്ചതുപോലെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. ആ മരം നിന്ന് നടന്നു വന്നിരുന്ന ആ ഒരു മരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇനി നിങ്ങൾ നേരെ ബാക്ക് ചെയ്ത് നോക്കൂ, ഒരു കെട്ടുണ്ടല്ലേ, നിങ്ങൾ ആ റോഡിന്റെ അപ്പുറത്ത് കെട്ടുന്നില്ലേ, അതിനകത്താണ് എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും ഈ പരിസരമാണ്, മൈന്യൂട്ട് പോയിന്റ് അല്ല കേട്ടാ. അതുപോലെ തന്നെ ഈ വലത് സൈഡിൽ ഒരു ഇതുണ്ട്, നിങ്ങളെ ഇടത് സൈഡിൽ ഒരു പള്ളി ഉണ്ടല്ലേ, മസ്ജിദ് റായ എന്ന പേരിൽ അതിന് അറിയപ്പെടാറുണ്ട്. അതായത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു പോയില്ലേ, ഓർമ്മല്ലേ? എപ്പോ പോയത്? ഇന്നലെ പോയോ? ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഹുദൈബിയയിൽ നിന്ന് പോയി 2 വർഷം കഴിഞ്ഞിട്ട് മുത്തായ തങ്ങളും സ്വഹാബത്തും വലിയൊരു സംഘത്തോടെ ഇവിടെ മക്കയിലേക്ക് വരാം. മക്കം സ്വത്ത്, ആ വരവോടെ മക്കം മൊത്തം കീഴടക്കാണ്. അന്ന് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഉറൂസ് ഇറക്കുമ്പോൾ ഒരു കൊടി കുത്തൂലേ, അതുപോലെ അന്ന് ഇവിടെ കൊടി കുത്തിയിരുന്ന, അതായത് മക്കം പത്തിന് കൊടി കുത്തിയിരുന്ന സ്ഥലമാണ് ഈ പള്ളിന്ന സ്ഥലം എന്ന് പറയപ്പെടുന്ന ചരിത്രങ്ങൾ. മനസ്സിലായല്ലേ? ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, നമുക്ക് പൂർവികര് ചിലർ ഉള്ളത് കാണിച്ചിരും, ചിലരെന്ത് ചെയ്യും, കൗലുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന് കൗല് തന്നെ പറയട്ടാ. എവിടെ മസ്ജിദുൽ ജിന്ന്, ജിന്ന് സൂറത്തിലെ ഫസ്റ്റ് ആയത്താണ് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് എന്ന് പറയുന്ന ആ ഒരു ആയത്ത്. പരിശുദ്ധമായ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ഇറങ്ങിയത് ഇവിടെ വെച്ചുകൊണ്ടാണ്. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയു സഖലൈനിയാണ്. നബിയു സഖലൈനി എന്ന് പറഞ്ഞാൽ 2 കൂട്ടർക്കും നബിയാ. 2 കൂട്ടരിന് ആരറിയോ?
അതായത് മനുഷ്യന്മാര് ജിന്നുകള് രണ്ടുപേർക്കും മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ്. അതുകൊണ്ട് തന്നെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്മാർക്ക് പ്രബോധനം നടത്തിയിരുന്നത് പോലെ തന്നെ ജിന്നുകൾക്കും പ്രബോധനം നടത്തിയിരുന്നു. അങ്ങനെ ജിന്നുകൾക്ക് പ്രബോധനം നടത്തുന്ന ചില സമയങ്ങളിൽ അവർ കൂടിയ സ്ഥലമാണ് ഈ പള്ളി നിന്നിരുന്ന സ്ഥലം എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ജിന്ന് എന്നുള്ള സൂറത്ത് ഇറങ്ങിയതും ഇവിടെയാണ്, ഈ സ്ഥലത്ത് ചേട്ടാ. അപ്പൊ ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ജിന്ന് എന്ന്. ഓക്കെ, ഇപ്പൊ നമ്മൾ മസ്ജിദുൽ ജിന്നിൽ പരിചയപ്പെട്ടത് ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഈ റോഡിന് പറയുന്ന പേരാണ് ബത്തുഹാ. ബത്തുഹാ ബത്തുഹ എന്നാണ് ഈ പറയുന്ന സ്ഥലത്തിന്റെ പേര്, ഈ റോഡിന്റെ പേര്. അതായത് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബത്തുഹയിലൂടെയായിരുന്നു ഹബീബ് ചെറിയ കുഞ്ഞായപ്പോ. എവിടെ ചെറിയ കുഞ്ഞ് കുറെ ഉണ്ട്. അവിടെ കുഞ്ഞുണ്ട്, അസീസ്ക്കാ കുഞ്ഞുണ്ട്, നമ്മളെ വേറെ കുഞ്ഞില്ലെന്നോ ചെറുത് പോയോ? അല്ലാ, ആ ചെറിയ കുഞ്ഞിന്റെ പ്രായമായപ്പോ ഹബീബ് ചെറിയ കുട്ടിയാകുമ്പോഴല്ലേ മുത്തായ തങ്ങളെ ഹലീമത്തു സഅദിയ മഹദി അവർ കൊണ്ടുപോയില്ലേ? അന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ചെറിയ കുഞ്ഞിന്റെ പ്രായത്തില് മുത്തായ തങ്ങളെ കൊണ്ടുപോയിരുന്നത്, ആ തങ്ങളിപ്പോ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വഴി ഇതായിരുന്നു, ഹലീമത്തു സഅദിയെ കൊണ്ടുപോയ വഴി. മനസ്സിലായില്ലേ? ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ സംഭവട്ടാ. ഈ ബത്തുഹയിലൂടെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് ഹിജ്റ പോയത്? ഹിജ്റ പോയ എത്രാമത്തെ വയസ്സിലാ? 40 വയസ്സ് നുബൂവത്ത് കിട്ടി. 13 വർഷം കഴിഞ്ഞ് 53 വയസ്സിലാണ് പോണേ. അന്ന് തങ്ങൾ ഹിജ്റ പോയത് ഈ വഴിയാണെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ജബൽ നൂറിലേക്ക് തങ്ങൾ പല തവണകളിലായിക്കൊണ്ട് ഈ വഴി നടന്നു പോയിട്ടുണ്ടെന്ന്. ഈ കാണുന്ന ടാർമക്കൂടല്ല ഇത്, ഈ വഴി അന്നിതൊരു വഴിയായിരിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ തുടങ്ങി ഖദീജ ഉമ്മയുടെ ചാരത്തേക്ക് ആരംഭപ്പോവായ തങ്ങൾ എപ്പം പോലും ഈ വഴിയായിരുന്നു. ആരംഭപ്പോവായ തങ്ങൾ മദീനയിലേക്ക് പോയിരുന്നതും ഈ വഴിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ബത്തുഹ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വളരെയധികം പവിത്രമേറിയ ഒരു ഏരിയയാണ്. നമ്മുടെ മുത്തും സുഹാബത്തും നടന്നു പോയ സ്ഥലമാണ്. നമ്മളിപ്പോ നടന്നു പോലില്ലേ? ഇതുപോലെ സുഹാബത്തും തങ്ങളും പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമാണോ? ഒരിക്കലല്ല. മനസ്സിലായല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ നടന്ന ചരിത്രങ്ങൾ കേൾക്കുന്നതിന്റെയും അറിയുന്നതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ. ഇനി വരൂ, നമുക്ക് ഖദീജ ഉമ്മയുടെ ദർബാറിലേക്ക് പോകാം. ജിന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം ബത്തുഹയെ കുറിച്ച് വിശദമായി മനസ്സിലാക്കി കൊടുത്തു. ഇനി ഞങ്ങൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാവുന്ന ഖദീജ ഉമ്മയുടെ ദർബാറിലേക്കാണ് പോകുന്നത്. ഉമ്മാന്റെ ദർബാർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് എന്തുകൊണ്ടും വലിയൊരു അനുഗ്രഹമായ കാര്യമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണല്ലോ. സാദിഖ പറയൂ, 5 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞ സ്ഥലത്തിന്റെ പേരെന്താ? ആ റോഡിന് പ്രത്യേക പേരാണല്ലേ? റബ്ബേ, 40 ആൾക്ക് മാഷാ അല്ലാ, അതൊക്കെ അറിയാം അല്ലെ? ആ റോഡിന് പ്രത്യേക പേര് പറഞ്ഞല്ലോ, ബത്തുഹ. അപ്പൊ നിങ്ങളെ പറഞ്ഞു കാര്യമില്ല, നിങ്ങളെ ആവശ്യമുള്ള നിങ്ങൾക്ക് ആ സംഗതി മനസ്സിലായാൽ മതി. ബത്തുഹ ഞാൻ അറബിക്ക് ഇത് പറഞ്ഞു മാത്രം. ഇല്ല. ബിസ്മില്ലാ. ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത് ജന്നത്തുൽ മുഅല്ലയുടെ ചാരയാണ്. ജന്നത്തുൽ മുഅല്ലയാണ് ആ കാണുന്നിട്ട്, ജന്നത്തുൽ മുഅല്ല കണ്ടില്ലേ? അതായത് ജന്നത്തുൽ മുഅല്ല, ജന്നത്തുൽ ബഖി, ഈ രണ്ടാലൊരു സ്ഥലത്ത് ഒരാൾക്ക് വഫാത്തായി മരണപ്പെട്ട് കിടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമായിരിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. കാരണം ഇത് രണ്ടും വലിയ പ്രധാനപ്പെട്ട ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ 2 ഖബർസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് ജന്നത്തുൽ മുഅല്ലയും ജന്നത്തുൽ ബഖിയും. ഇതാക്കണമെന്നോ? നമ്മളെ മാച്ച് വന്നിട്ട് വേണ്ട, അടുത്ത മാച്ച് വന്നോണ്ടേ ഞാൻ കുടുങ്ങും. പിന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉമ്മക്ക് അടുത്ത മാച്ചുകൾ തോഫീക്ക് കേട്ടെ. ഞാൻ മരിക്കാൻ അവരെ മരിച്ചാൽ കഴിഞ്ഞ് അതിന്റെ എന്തെല്ലാം നൂലാമല അമീറിന്റെ സഹിക്കാറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അടുത്ത ബാച്ചുകളിലെ സൗകര്യം പോലെ ഇവിടെ മരണപ്പെടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല ഉമ്മ പറഞ്ഞ ആഗ്രഹം ഏറ്റവും നല്ല ആഗ്രഹമാണ്. കാരണം എന്താ പറയാ, ഞാൻ പറഞ്ഞ കാര്യം വലിയ ഇമ്പോർട്ടൻ്റ്. എന്താ വെച്ചാൽ ഒരാൾ മരണപ്പെട്ട ഒരുപാട് നൂലാമല, ആ മുദീറിന് 2 ദിവസം ഒരു ഒഴിവുണ്ടാവില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ വന്ന് മരണപ്പെട്ട അനുഭവം ഉണ്ട്. നിങ്ങളും കൂടെ കാരണം നമുക്ക് അവരുടെ കൂടെ പോകണം, നിങ്ങൾക്ക് ഇവിടെ നിൽക്കുക ആകെ സ്തംഭിക്കും.
ഒരുപാട് നിയമങ്ങൾ വിഷയങ്ങളുണ്ട്. ഏതായാലും ജന്നത്തുൽ മുഅല്ലയിലാണ് ആരംഭപ്പൂവായ തങ്ങളുടെ എല്ലാമായിരുന്ന ഖദീജ ഉമ്മ വഫാത്തായി കിടക്കുന്നത്. ഖദീജ ഉമ്മ അങ്ങനെ 3 വർഷം ജബൽ അബി ഖുബൈസ് പർവ്വതത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിൽക്കുമ്പോൾ അവരുടെ കൂടെ ഖദീജ ഉമ്മയും കയറി. അങ്ങനെ ഖദീജ ഉമ്മ അവിടുന്ന് ഇറങ്ങി. അവർക്ക് വിലക്ക്, അതായത് അവർക്കുള്ള ഉപരോധനം അവസാനിക്കുന്നതോടെയാണ് ഖദീജ ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്നത്. ഖദീജ ഉമ്മയെ കുറിച്ച് ചരിത്രങ്ങൾ പറയാം. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാണ്, ഖദീജ ഉമ്മ ആ മലയിൽ നിന്ന് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഖദീജ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഖദീജ ഉമ്മ വഫാത്തായ സമയത്ത് ഖദീജ ഉമ്മയുടെ മക്കൾ എത്ര പേരുണ്ടായിരുന്നു അറിയോ? മുത്തിൽ എത്ര മക്കൾ ഉണ്ടായിരുന്നു അറിയോ? 7 6 ഖദീജ ഉമ്മക്ക്. ഒന്ന് നമ്മളെ മാരിയത്തുൽ ഖിബ്തിയ അല്ലെ റളിയല്ലാഹു അൻഹ അവർക്കായിരുന്നു അല്ലെ. അപ്പൊ 6 മക്കളില് നിലവില് 2 മക്കൾ ഖാസിം അബ്ദുള്ള എന്ന് പറയുന്ന 2 മക്കൾ ഹബീബിന്റെ ഹയാത്തുള്ള കാലത്ത് തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. ഖദീജ ഉമ്മയുടെയും ഹയാത്തുള്ള കാലത്ത് വഫാത്തായിട്ടുണ്ട്. അത് വല്ലാത്ത വിഷമം അവർക്കുണ്ടായിരുന്നു, 2 മക്കൾ മരണപ്പെട്ടു പോയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അവിടെ സിയാറത്തിന് പോകുമ്പോൾ അവിടെ കാണാൻ നമുക്ക് കിട്ടാം. നമുക്കെല്ലാം പുരുഷന്മാർക്ക് അകത്ത് കയറാം, സ്ത്രീകൾക്ക് ഇവിടെ വരെ പ്രവേശനമുള്ളൂ. അങ്ങനെ ഖദീജ ഉമ്മ വഫാത്തായ സമയത്ത് ഹബീബിന്റെ കൂടെ ഖദീജ ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് ഫാത്തിമത്തു സഹ്റ മഹദി അവറുകൾ മാത്രമായിരുന്നു. മറ്റു മക്കളൊക്കെ പല കാരണങ്ങളാൽ പല സ്ഥലങ്ങളിലാണുള്ളത്. ആ സമയത്ത് ഫാത്തിമത്തു സഹ്റ മഹദി അവറുകൾക്ക് ആകെ പ്രായം 9 or 10 വയസ്സ്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ് ഖദീജ ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്നത്. ഖദീജ ഉമ്മ വിട പറയുന്ന സമയത്ത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മയുടെ കാലിന്റെ അടുത്ത് നിന്നുകൊണ്ട് മുട്ടിന്റെ അവിടെ മുത്തായ തങ്ങൾ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് തങ്ങളുപ്പാപ്പ ഇങ്ങനെ കരയാണ്. തങ്ങളുപ്പാപ്പ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാ, ഖദീജ, എന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും തണലായി നിന്നിരുന്ന ഖദീജ, നിങ്ങൾ ഞങ്ങൾ ഒറ്റയാക്കി പോയല്ലോ. ഖദീജയുടെ സമ്പാദ്യം മുഴുവനും ഈ ദീനിന് വേണ്ടി ചെലവഴിച്ചവരായിരുന്നു. ഖദീജയുടെ സൗന്ദര്യം ദീനിന് വേണ്ടി ചെലവഴിച്ചതാണ്. ഖദീജയുടെ ആരോഗ്യം അതും ദീനിന് ചെലവഴിച്ചവരാണ്. അങ്ങനെയുള്ള ഖദീജ ഉമ്മ, ഖദീജ ഞങ്ങൾ വിട്ടു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് വല്ലാതെ വിഷമത്തോടെ ഖദീജ ഉമ്മയുടെ കാലിന്റെ അവിടെ ഇങ്ങനെ മുട്ടിന്റെ അവിടെ മുട്ടുകുത്തിയിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തു എന്നൊക്കെ ചരിത്രങ്ങൾ കാണാം. അങ്ങനെ ഖദീജ ഉമ്മ വഫാത്തായതോടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ വല്ലാത്ത വിഷമത്തിലായി. ഖദീജ ഉമ്മയെ കഫൻ ചെയ്തു, എല്ലാം ചെയ്തതിനു ശേഷം ഈ ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് മറമാടിയ സമയത്തും ഹബീബിനെ കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. കാരണം ഖദീജ ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഖദീജ ബീവി മറ്റു ഭാര്യമാരെ പോലൊന്നുമല്ല. ഹബീബിന് ഭാര്യമാരുടെ എല്ലാവിധ സന്തോഷങ്ങളും കൊടുക്കുമായിരുന്നു. ഹബീബിന് ഒരു ഉമ്മ കൊടുക്കേണ്ട എല്ലാവിധ തണലും കൊടുക്കുമായിരുന്നു. ഹബീബിന് ഒരു സഹോദരി എന്തെല്ലാം ഹെൽപ്പാണോ ചെയ്യാ എല്ലാം ചെയ്യുമായിരുന്നു. അതായിരുന്നു ഖദീജ ഉമ്മക്ക് മാത്രമുള്ള മഹത്വം. അത് മറ്റു ഭാര്യമാർക്കൊന്നില്ല. അന്ന് ഖദീജ ഉമ്മക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 63 or 65 വയസ്സ്. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മയെ മറമാടിയതിനു ശേഷം അവിടെ ഖബറടക്കം ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് വന്നു. ഹബീബ് അന്ന് മുതൽ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കാൻ, ആര് വന്നാലും നോക്കൂല. ഹബീബിന് വല്ലാത്ത വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. വീട്ടിലേക്ക് വന്നപ്പോ ഖദീജ ഉമ്മ ഉപയോഗിച്ച മാല കണ്ടു. ഹബീബ് വീണ്ടും കരച്ചിൽ തുടങ്ങി. ഖദീജ ഉമ്മ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കാണുന്നു. ഹബീബ് കരച്ചിൽ തുടങ്ങാണ്. എന്ത് കണ്ടാലും ഹബീബിനെ കരച്ചിലാണ്. ചെറിയ കുഞ്ഞ് ഫാത്തിമത്തു സഹ്റ ബീബി റളിയല്ലാഹു അൻഹയാണ് കൂടെയുള്ളത്. അങ്ങനെ ഖദീജ ഉമ്മയുടെ ആ വിയോഗം വല്ലാതെ വിഷമത്തോടെ കടിച്ചമർത്തി നിൽക്കുന്ന ഹബീബിന്റെ ഒരു സാഹചര്യത്തിലേക്ക് ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഖദീജ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അവരുടെ മൂത്തച്ചി, അവര് ഈ ഫാത്തിമ ഉമ്മ ചെറിയ കുഞ്ഞല്ലേ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വരും. ഹബീബ് ഇങ്ങനെ താഴേക്ക് നോക്കിയായിരിക്കുന്നത്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വരുമ്പോ സ്വാഭാവികമായിട്ടും ജ്യേഷ്ഠത്തി അനിയത്തി വരുമ്പോ ആ ഒരു ശൈലി ഉണ്ടാവുമല്ലോ. ആ ഖദീജ ഉമ്മയുടെ ജ്യേഷ്ഠത്തി വരുമ്പോ ആ വരുന്ന രംഗം മുത്തായ തങ്ങൾക്ക് വരുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും ഹബീബ് തുടങ്ങും കരയാൻ. ഹബീബിന്റെ ഇത് വരുന്നതിനാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെയാണ് തൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഹബീബ് കരയും. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിഷമിച്ച ഒരു രംഗമായിരുന്നു. ഖദീജ ഉമ്മ ഇവിടെ വഫാത്തായ സമയം ചരിത്രങ്ങളിൽ കാണാം. സ്വഹാബത്തൊക്കെ വീട്ടിലേക്ക് വരും. ഹബീബ് തലവൊന്നിക്കൂല. ഹബീബ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അവരിങ്ങനെ വിഷമത്തോടെ നോക്കിയെന്ന് അവർ തിരിച്ചു
തിരിച്ചു പോവും. കാരണം ഹബീബിന് സഹിക്കാൻ കഴിയുന്നില്ല. ചരിത്രങ്ങൾ വളരെയധികം വിശാലമായതാണ്, എല്ലാം കൂടെ പറയാൻ സമയമില്ല. മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് വിശദമായി പറഞ്ഞുണ്ട്. അങ്ങനെ അന്ന് ഖദീജ ഉമ്മയെ ഖബറടക്കം ചെയ്ത പരിശുദ്ധമായ പവിത്രമായ ജന്നത്തുൽ മുഅല്ലയാണ് പ്രിയമുള്ളവരെ ഈ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ജന്നത്തുൽ മുഅല്ലയിലോ ജന്നത്തുൽ ബഖീയിലോ നമുക്ക് കടക്കാനുള്ള അവസരം നൽകുമാറാവട്ടെ. അപ്പോൾ ആ ഒരു ജന്നത്തുൽ മുഅല്ലയാണ് ഈ കാണുന്നത്. ഖദീജ ഉമ്മയുടെ ചാരയാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത്. ഉമ്മാന്റെ ചാര വരുമ്പോ നമ്മുടെയൊക്കെ ഉസ്താദുമാർ പറഞ്ഞതായി കാണാം, ഇത് നമ്മുടെ ഉമ്മയാണ്. ഹബീബിന് ഈ ദുനിയാവിൽ ഖദീജയോളം ഇഷ്ടപ്പെട്ട മറ്റു ഭാര്യമാരെ ഉണ്ടായില്ല. ഖദീജയോളം ഇഷ്ടപ്പെട്ട, ഖദീജ എന്നുള്ള വേർഡ് പറയാൻ പാടില്ല, ഖദീജ ഉമ്മയോളം ഇഷ്ടപ്പെട്ട മറ്റു ഭാര്യമാരുണ്ടായില്ല. മറ്റു ഭാര്യമാരൊക്കെ വ്യത്യസ്തമായ ശൈലികളായിരുന്നു. അതായിരുന്നു ഖദീജ. അതുകൊണ്ടല്ലേ ആയിഷ ആവുമ്പോ ഒരിക്കൽ ദേഷ്യം പിടിച്ച് പാത്രം വരെ നേരത്തെ കിട്ടും. എന്താണ് നബിയെ, ആ ഖദീജ ആരായിരുന്നു? വേറെ ആൾ വിവാഹം കഴിച്ചല്ലേ, ഞാൻ കന്യകയല്ലായിരുന്നോ? എന്നിട്ട് എന്താ അവരിങ്ങനെ ഇത്ര പറയാൻ മാത്രം എന്താണ്, എന്നേക്കാൾ എന്താ ഖദീജയുള്ളത്? ആ സമയത്ത് മുത്ത് പറഞ്ഞത് ഖദീജ, എന്റെ ഖദീജയോളം നിങ്ങൾ ആരും എത്തൂല എന്നായിരുന്നു. ആ ഖദീജ ഉമ്മ മറമട്ട് കിടക്കുന്ന സ്ഥലത്ത് വരുമ്പോ നിങ്ങൾ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഉമ്മയോട് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉമ്മ വിചാരിച്ചാൽ മദീനയിലേക്കുള്ള കണക്ഷൻ വളരെ എളുപ്പമാണ്. ഉമ്മ വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, ഹബീബിന്റെ അടുത്ത് കണക്ഷൻ കിട്ടും. നിങ്ങൾ ആലോചിച്ചു, സ്നേഹമുള്ളൊരു ഭാര്യയും ഭർത്താവും ആവുമ്പോ ആ ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവ് കേൾക്കും അല്ലെ, അത് ആ മഹബത്താണ് അല്ലെ. ആ ഭാര്യക്കുപരി ഒരു ഉമ്മാന്റെ സ്ഥാനം കൂടെ കൊടുത്ത ഒരാളെന്ന് പറയുമ്പോ എന്തായിരിക്കും ആ സ്ഥാനം? അങ്ങനെയുള്ള പവിത്രമായ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത്. ദൈവമുള്ളവരെ, എന്ത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയോ, അന ഇൻദ വന്നി അബ്ദിന, എന്റെ അടിമ എന്നെ എങ്ങനെയാണോ ഭാവിക്കുന്നത് അവർക്ക് ഞാൻ എങ്ങനെയാണ്. അപ്പൊ എന്റെ അടിമ ഭാവിക്കുകയാണെന്ന് എനിക്ക് ഞാൻ ദുആ ചെയ്ത ഉത്തരം കിട്ടും. എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണന കിട്ടുന്നു. അതുകൊണ്ട് ഇവിടെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ പൊതു ദുആ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിക്കൊണ്ട് നിങ്ങളുടെ ദുആ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, പുരുഷന്മാരകത്ത് പോയി സിയാറത്ത് തിരിച്ചു വരുന്നവരെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ദ്വാരന്നോളി. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കൂട്ട. അതുപോലെ നമ്മൾ നാട്ടുകാരനായ ബാഫൊക്കെ തങ്ങൾ പാപ്പല്ലേ കേട്ടണ, ബാഫൊക്കെ തങ്ങൾ അവർ വഫാത്തായി കിടക്കുന്നവിടെയാണ്. ഇതിനകത്ത് ഒരുപാട് മഹാന്മാരുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അകത്ത് പോകുന്ന പുരുഷന്മാർക്ക് ഇൻഷാ അല്ലാഹ് ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരട്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ യാത്രകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ജന്നത്തുൽ മുഅല്ല സിയാറയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. ആ കാണുന്ന കെട്ടിനകത്ത് അവസാനം ഭാഗത്താണ് ഖദീജ ഉമ്മയുടെ ദർബാറുള്ളത്. ഖദീജ ഉമ്മയുടെ ദർബാർ കാണാൻ വേണ്ടി നമുക്ക് ഈ കെട്ടിനിപ്പുറത്തുനിന്ന് എല്ലാവർക്കും കാണാമെങ്കിലും അതിനകത്ത് വഴി പോകുമ്പോഴാണ് പുരുഷന്മാർക്ക് ഡയറക്റ്റ് പോയി സിയാറ ചെയ്യാൻ കഴിയുക. പ്രിയപ്പെട്ട ഉമ്മമാർക്കും എല്ലാവർക്കും ഉപ്പമാർക്കൊക്കെ ജന്നത്തുൽ മുഅല്ലയുടെ മഹത്വങ്ങളും എന്താണ് ജന്നത്തുൽ മുഅല്ല എന്നുള്ളതൊക്കെ വളരെയധികം വിശദീകരിച്ചു മനസ്സിലാക്കി കൊടുത്തു. ശേഷം നമ്മളെല്ലാവരും പുരുഷന്മാർ അവിടുന്ന് പ്രാർത്ഥനാ മജ്‌ലിസ് അടക്കം നടത്തി. അങ്ങനെ പ്രാർത്ഥനാ മജ്‌ലിസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ നടന്നു നീങ്ങി ജന്നത്തുൽ മുഅല്ലയുടെ അകത്തേക്ക് ഞങ്ങൾക്ക് ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യാനും മറ്റു വലിയ വലിയ മഹാന്മാരെ സിയാറത്തുകൾ ചെയ്യാനും വേണ്ടി അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു ജന്നത്തുൽ മുഅല്ലയുടെ അകത്തേക്ക് പോകുമ്പോൾ അനുഭവപ്പെട്ടത്. ചെറിയ കുട്ടികൾ, ചെറിയ പ്രാവുകൾ എല്ലാം കണ്ടും സന്തോഷിച്ചും ഞങ്ങൾ ജന്നത്തുൽ മുഅല്ലയുടെ അകത്തേക്ക് പോവുകയാണ്. ജന്നത്തുൽ മുഅല്ലയിലേക്ക് പല വഴികളുമുണ്ട്. എങ്കിലും ഞങ്ങൾ പോകുന്നത് ജന്നത്തുൽ മുഅല്ലയുടെ അസ്ലിയായി അതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് പോകാൻ കഴിയുന്ന വഴിയിലൂടെയായിരുന്നു. ജന്നത്തുൽ മുഅല്ലയുടെ അകത്ത് വാഹന സൗകര്യമുണ്ട് ഖദീജ ഉമ്മയുടെ ദർബാറിലേക്ക് സിയാറക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ആ സിയാറക്ക് പോകുന്ന വാഹനത്തിൽ കയറി ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചു. ആ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് ഖദീജ ഉമ്മയുടെ ദർബാറിലെത്തും. അല്ലാത്ത പക്ഷം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നടക്കാനുള്ള ദൂരമുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായൊരു കാര്യമാണ്. അങ്ങനെ ഖദീജ ഉമ്മയെ സിയാറ ചെയ്തു. എല്ലാം റാഹത്തായിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് അവിടുന്ന് ദുആകളും എല്ലാം കഴിഞ്ഞു. സലാം പറഞ്ഞു. അവിടുന്ന് മദ്ഹുകൾ ഞങ്ങൾ ചൊല്ലി. അതിന് മദ്ഹുകൾ ഇത്തവണ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സിയാറകളെല്ലാം ചെയ്തു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ആദ്യമായി കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ഖദീജ ഉമ്മയുടെ ദർബാർ കാണുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന
അങ്ങനെ അവിടുന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനകളെല്ലാം നടത്തിയതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോകുന്ന നേരെ നമ്മുടെ ഫുന്ദുക്കിലേക്കാണ് പോകുന്നത്. തിരിച്ചു പോരുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ അവിടുത്തെ മസാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാഹനം ലഭിച്ചു. അതെടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ നമ്മുടെ പരിശുദ്ധമായ ഹറമിലുള്ള നമ്മുടെ ജന്നത്തുൽ മുഅല്ലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് നമ്മുടെ ടാക്സിക്കാർ നമ്മുടെ കാത്തിരിക്കൽ പതിവുള്ള കാര്യമാണ്. നേരത്തെ ബത്തുഹ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എന്നോട് സംസാരിച്ച ടാക്സിക്കാർ ഞങ്ങളെ തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്നു. ഈ കാണുന്നതാണ് ജന്നത്തുൽ മുഅല്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടാക്സിയിൽ അദ്ദേഹത്തിൻ്റെ ഇവിടെ തൂഫാൻ എന്ന് പറയും, എന്താണ് ഈ പേരിൻ്റെ പ്രത്യേക പേരെന്നറിയില്ല. ഏതായാലും ഈ ബസ്സിലെല്ലാവരും കയറി. ഒരാൾക്ക് 5 റിയാലാണ് ഇവിടുത്തെ ചിലവ് വരുന്നത്. അത് നമ്മൾ തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മൾ ബാർഗൻ ചെയ്താൽ 4 റിയാലിനും വേണമെങ്കിൽ ലഭിക്കും. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടെ ഇന്നത്തെ സിയാറകളെല്ലാം കഴിഞ്ഞു വളരെ റാഹത്തായിക്കൊണ്ട് എല്ലാവരും തിരിച്ച് നേരെ പോന്നു പരിശുദ്ധമായ മക്കയിലുള്ള നമ്മുടെ റൂമിലേക്ക്.